തേർഡ് സെമസ്റ്റർ മൈക്രോ എക്കണോമിക്സിലെ ചാപ്റ്റർ 1 പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നത് ടോട്ടൽ അപ്രോച്ച് ആയിരുന്നു. ഇന്ന് MCMR അപ്രോച്ചാണ് പറയുന്നത്. അപ്പോൾ ഒരു ഫേമിൻ്റെ ഷോർട്ട് റൺ ഇക്വിലിബ്രിയം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് അപ്രോച്ചാണ് ഉപയോഗിക്കുന്നത്. ഒന്ന് ടോട്ടൽ അപ്രോച്ചും MCMR അപ്രോച്ചും. ഇപ്പോൾ MCMR അപ്രോച്ചിലാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഷോർട്ട് റൺ ഇക്വിലിബ്രിയം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. ഇപ്പോൾ പെർഫെക്റ്റ് കോമ്പറ്റീഷനിലെ ഒരു ഫേം ഷോർട്ട് റൺ ഇക്വിലിബ്രിയത്തിലെത്തി എന്ന് പറയുന്നത് എപ്പോഴാണ്? വെൻ ഇറ്റ് പ്രൊഡ്യൂസസ് ആൻ ഔട്ട്പുട്ട് അറ്റ് വിച്ച് മാർജിനൽ കോസ്റ്റ് ഈക്വൽസ് മാർജിനൽ റവന്യൂ. മാർജിനൽ കോസ്റ്റ് മാർജിനൽ റവന്യൂവിന് ഈക്വൽ ആകുന്ന ഒരു പോയിന്റ് ഔട്ട്പുട്ട് ഉണ്ടാവുമല്ലോ, അത് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് ഒരു ഫേം പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഷോർട്ട് റൺ ഇക്വിലിബ്രിയത്തിലെത്തി എന്ന് പറയുന്നത്. MR എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, MR ഈസ് എ ചേഞ്ച് ഇൻ TR, ടോട്ടൽ റവന്യൂവിലുള്ള മാറ്റമാണ് MR എന്ന് പറയുന്നത്. അതായത് ഒരു യൂണിറ്റ് എക്സ്ട്രാ യൂണിറ്റ് സെയിൽ ചെയ്യുമ്പോൾ വിൽക്കുമ്പോൾ എന്താണോ അതിൽ നിന്ന് കിട്ടുന്നത്, എന്താണ് അഡീഷണൽ ആയിട്ട് കിട്ടുന്നത്, അതാണ് MR എന്ന് പറയുന്നത്. അതായത് ടോട്ടൽ റവന്യൂവിൽ വരുന്ന ഒരു മാറ്റം. ഇപ്പോൾ ഒരു കമ്മോഡിറ്റി തന്നെ വ്യത്യസ്ത യൂണിറ്റുകൾ സെയിം പ്രൈസിൽ തന്നെ വിൽക്കുന്നത് കൊണ്ട് തന്നെ MR ഏതിന് ഈക്വൽ ആയിരിക്കും? പ്രൈസിന് ഈക്വൽ ആയിരിക്കും. ഇനി MCയുടെ കേസ് വരികയാണെങ്കിൽ മാർജിനൽ കോസ്റ്റ്, അതായത് ടോട്ടൽ കോസ്റ്റിൽ വരുന്ന മാറ്റമാണ് മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു അഡീഷണൽ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴുണ്ടാകുന്ന അഡീഷണൽ കോസ്റ്റ് എന്താണോ അതാണ് മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യുന്നത് എപ്പോഴാണ്? വെൻ മാർജിനൽ റവന്യൂ എക്സീഡ്സ് മാർജിനൽ കോസ്റ്റ് ആൻഡ് ഡിമിനിഷസ് വെൻ മാർജിനൽ കോസ്റ്റ് എക്സീഡ്സ് മാർജിനൽ റവന്യൂ. പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്തു എന്ന് പറയുന്നത് മാർജിനൽ റവന്യൂ മാർജിനൽ കോസ്റ്റിനേക്കാൾ കൂടുമ്പോഴും, അതുപോലെ ഡിമിനിഷ് ചെയ്തു എന്ന് പറയുന്നത് എപ്പോഴാണ്? മാർജിനൽ കോസ്റ്റ് മാർജിനൽ റവന്യൂവിനേക്കാൾ കൂടുമ്പോഴാണ്. പ്രോഫിറ്റ് മാക്സിമത്തിൽ എത്തുന്നത് എപ്പോഴാണ്? MRും MCയും ഈക്വൽ ആകുമ്പോഴാണ് പ്രോഫിറ്റ് മാക്സിമത്തിലെത്തുന്നത്. അപ്പോൾ ഈ പറയുന്ന കാര്യം ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റിൽ ഒരു ഫേം അതിൻ്റെ ഷോർട്ട് റൺ ടോട്ടൽ പ്രോഫിറ്റ് മാക്സിമത്തിൽ എത്തിക്കുന്നത് എപ്പോഴാണ്? ബൈ പ്രൊഡ്യൂസിങ് ദ റേറ്റ് ഓഫ് ഔട്ട്പുട്ട് ഫോർ വിച്ച് MC ഈക്വൽസ് ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് ദി കമ്മോഡിറ്റി. ഒരു ഫേം അതിൻ്റെ ഷോർട്ട് റൺ പ്രോഫിറ്റ് മാക്സിമത്തിൽ എത്തിക്കുന്നത്, മാക്സിമം ആക്കുന്നത് മാർജിനൽ കോസ്റ്റും അതുപോലെ പ്രൈസും തുല്യമാകുന്ന ഒരു ലെവലിൽ ഉൽപ്പാദനം നടത്തുമ്പോഴാണ്. ഓക്കെ, ഈ ഒരു ക്വാണ്ടിറ്റി, ഈ ഒരു ഔട്ട്പുട്ടിനെയാണ് എന്ത് പറയുന്നത്? ഒപ്റ്റിമൽ ലെവൽ ഓഫ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഒപ്റ്റിമൽ ലെവൽ ഓഫ് ഔട്ട്പുട്ട് എന്നുള്ളത് ഓർത്ത് വെക്കുക. എ ഫേം ഇൻ എ പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് മാക്സിമൈസസ് ഇസ് ഷോർട്ട് റൺ ടോട്ടൽ പ്രോഫിറ്റ്സ് ബൈ പ്രൊഡ്യൂസിങ് ദ റേറ്റ് ഓഫ് ഔട്ട്പുട്ട് ഫോർ വിച്ച് MC ഈക്വൽസ് ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് ദി കമ്മോഡിറ്റി. MCയും അതുപോലെ മാർക്കറ്റ് പ്രൈസ് അല്ലെങ്കിൽ മാർജിനൽ റവന്യൂവും ഈക്വൽ ആകുന്ന ഒരു ഔട്ട്പുട്ട് ലെവൽ ഉണ്ടാവുമല്ലോ, അതാണ് ഒപ്റ്റിമൽ ലെവൽ ഓഫ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡയഗ്രാം വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ ഡയഗ്രാമാണ് കൂടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ X ആക്സിൽ ഔട്ട്പുട്ടും Y ആക്സിസിൽ റവന്യൂ ഓർ കോസ്റ്റാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നൽകിയിട്ടുള്ള കർവുകൾ MC, AC കർവ്, അതുപോലെ ഈ കർവ് ഡിമാൻഡ്, ആവറേജ് റവന്യൂ, മാർജിനൽ റവന്യൂ, പ്രൈസ്. നമ്മൾ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ പഠിച്ചിട്ടുണ്ട്. ഡിമാൻഡ് കർവും ആവറേജ് റവന്യൂ കർവും മാർജിനൽ റവന്യൂ കർവും പ്രൈസും എല്ലാം എന്താണ്? ഹൊറിസോണ്ടൽ കർവാണല്ലേ, എല്ലാം കോയിൻസൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഇവിടെ MC, AC എന്ന് പറയുന്നത് യു ഷേപ്ഡ് കർവാണ്. എന്തുകൊണ്ടാണ്? അവിടെ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ പ്രൊഡക്ഷനിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ AC, MC എന്ന് പറയുന്നത് യു ഷേപ്ഡ് കർവാണ്. ഹൊറിസോണ്ടൽ ലൈൻ നമ്മൾ പറഞ്ഞു ഏതാണ്? D = AR = MR = P. ഇവിടെ പ്രോഫിറ്റ് മാക്സിമൈസിങ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് Q ആണ്. Q ഈസ് ദ പ്രോഫിറ്റ് മാക്സിമൈസിങ് ഔട്ട്പുട്ട് ലെവൽ. ഈ Qനേക്കാളും താഴെ ഔട്ട്പുട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്കറിയാം മാർജിനൽ റവന്യൂ കർവ് എന്ന് പറയുന്നത് ഈസ് ഗ്രേറ്റർ ദാൻ മാർജിനൽ കോസ്റ്റ്. മാർജിനൽ റവന്യൂ കർവ് ഇതാണ്, മാർജിനൽ കോസ്റ്റ് കർവ് ഇതാണ്. മാർജിനൽ റവന്യൂ കർവാണ് മാർജിനൽ കോസ്റ്റ് കർവിനേക്കാളും മുകളിൽ നിൽക്കുന്നത്. അപ്പോൾ ഔട്ട്പുട്ട് ലെവൽ Qനേക്കാളും ബിലോ ആണെന്നുണ്ടെങ്കിൽ മാർജിനൽ റവന്യൂ എന്ത് ചെയ്യുന്നു? മാർജിനൽ കോസ്റ്റിനേക്കാളും കൂടുന്നു. അപ്പോൾ ഔട്ട്പുട്ടിൽ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ കഴിയും. ബിക്കോസ് ആൻ ഇൻക്രീസ് ഇൻ പ്രൊഡക്ഷൻ ഇൻക്രീസസ് പ്രോഫിറ്റ് ബൈ ദി എമൗണ്ട് ദാറ്റ് MR ഗ്രേറ്റർ ദാൻ MC. മാർജിനൽ റവന്യൂ കർവ് മാർജിനൽ കോസ്റ്റിനേക്കാളും കൂടുതലാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ? പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ കഴിയും, അതായത് പ്രോഫിറ്റും ഇൻക്രീസ് ചെയ്യാൻ കഴിയും. ഇനി കറൻറ്റ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് Qനേക്കാളും കൂടുതലാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തു?
ഔട്ട്പുട്ട് മസ്റ്റ് ബി റെഡ്യൂസ്ഡ്. ഔട്ട്പുട്ടിൽ എന്ത് ചെയ്യണം, നമ്മൾ കുറക്കണം. എന്തുകൊണ്ടാണ്? മാർജിനൽ റവന്യൂ ഈസ് ലെസ് ദാൻ മാർജിനൽ കോസ്റ്റ്. മാർജിനൽ റവന്യൂ എന്ന് പറയുന്നത് ഈ ഒരു മാർജിനൽ റവന്യൂ കർവ് മാർജിനൽ കോസ്റ്റ് കർവിനേക്കാളും താഴെയാണ്. അതുകൊണ്ട് തന്നെ മാർജിനൽ കോസ്റ്റാണ് കൂടുതൽ. അതുകൊണ്ട് ഔട്ട്പുട്ട് റെഡ്യൂസ് ചെയ്യണം. ഇപ്പോൾ ഫേം ഒരു ഇക്വിലിബ്രിയം ലെവലായിട്ടുള്ള ക്യൂ ആണ്, ഔട്ട്പുട്ട് ക്യൂ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു യൂണിറ്റ് ഉൽപ്പന്നത്തിൻ്റെ ലാഭം എന്തായിരിക്കും? CD ആയിരിക്കും. അപ്പോൾ മൊത്ത ലാഭം എന്ന് പറയുന്നത് ABCD ആയിരിക്കും. അവിടെ ഒരു യൂണിറ്റിൽ നിന്ന് ലഭിക്കുന്ന ലാഭം ഏതാണ്? CD. വിലയിൽ നിന്ന് ശരാശരി ചെലവ് കുറക്കുന്നതാണ്. എന്താണ്? പ്രൈസിൽ നിന്ന് ആവറേജ് കോസ്റ്റ് കുറച്ചാൽ കിട്ടുന്നതാണ് CD എന്ന് പറയുന്നത്. The distance CD is the profit margin per unit and is equal to price minus AC. പ്രൈസിൽ നിന്ന് AC കുറക്കുമ്പോഴാണ് CD നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ടോട്ടൽ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു ദി പ്രോഫിറ്റ് മാർജിൻ പെർ യൂണിറ്റ് ടൈംസ് ദ നമ്പർ ഓഫ് യൂണിറ്റ്സ് സോൾഡ്. ഇപ്പോൾ ഒരു യൂണിറ്റിൽ നിന്ന് ലഭിക്കുന്ന ലാഭവും അതുപോലെ നമ്പർ ഓഫ് യൂണിറ്റ്സ് സോൾഡ് കൊണ്ട് ഗുണിച്ചാൽ ലഭിക്കുന്നതാണ് മൊത്തം ലാഭം എന്ന് പറയുന്നത്. ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഒരു യൂണിറ്റിൽ നിന്ന് ലഭിക്കുന്ന ലാഭവും അതുപോലെ തന്നെ എത്ര യൂണിറ്റ് വിറ്റു എന്നതും രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നതാണ്. അതാണ് ഇവിടെ കുറച്ച് ഇക്വേഷൻസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ പൈ ഈസ് ഈക്വൽ ടു പ്രോഫിറ്റ് എന്ന് പറയുന്നത് TR മൈനസ് TC ആണ്. TRനെ നമുക്ക് P ഇൻറ്റു Q എന്ന് പറയാം. പ്രൈസും അതുപോലെ ക്വാണ്ടിറ്റി സോൾവ് ചെയ്തതിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് TR കിട്ടുന്നത്. TC എന്ന് പറയുന്നത് AC ഇൻറ്റു Q അല്ലേ. ആവറേജ് കോസ്റ്റും അതുപോലെ ക്വാണ്ടിറ്റി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ TC കിട്ടുന്നുണ്ട്. ഇനി P ഈസ് ഈക്വൽ ടു P ഇൻറ്റു Q മൈനസ് AC ഇൻറ്റു Q. അതായത് TR മൈനസ് TC ആണല്ലോ. TR എന്ന് പറയുന്നത് PQ ആണ്, TC എന്ന് പറയുന്നത് AC ഇൻറ്റു Q ആണ്. തമ്മിലും എന്ത് ചെയ്താൽ മതി? മൈനസ് ചെയ്തു. അതായത് ഈ പറയുന്ന കാര്യത്തിലേക്ക് ഇത് മാറ്റി കൊടുത്തു, അത്ര തന്നെ. ഇനി ഇതിൽ നിന്ന് പൈ നമ്മൾ പറയുമ്പോൾ പ്രോഫിറ്റ് ആണ്. അത് ഇറ്റ് ഈസ് ഈക്വൽ ടു Q. കോമൺ ആയതുകൊണ്ട് തന്നെ Q പുറത്തേക്ക് എടുത്താൽ കിട്ടുന്നത് P മൈനസ് AC എന്നുള്ളതാണ്. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ടോട്ടൽ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു ദി പ്രോഫിറ്റ് മാർജിൻ പെർ യൂണിറ്റ് ടൈംസ് നമ്പർ ഓഫ് യൂണിറ്റ്സ് സോൾഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ MCMR അപ്രോച്ചിൽ ഒരു ഫേം ഷോർട്ട് റൺ ഇക്വിലിബ്രിയത്തിൽ എന്ന് പറയുന്നത് രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ്. ഒന്ന് MCMRന് ഈക്വൽ ആയിരിക്കണം. ദ ഫസ്റ്റ് കണ്ടീഷൻ ഫോർ ദ അറ്റൈൻമെൻറ്റ് ഓഫ് ഇക്വിലിബ്രിയം ഓഫ് ദ ഫേം ഈസ് ദാറ്റ് MCB ഈക്വൽ ടു MR. ഓക്കെ, അത് ഓർത്ത് വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. നെസസറി കണ്ടീഷനാണ് MR ഈസ് ഈക്വൽ ടു MC എന്ന് പറയുന്നത്. ഈ ഒരു കണ്ടീഷന് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ അഷ്യൂർ ചെയ്യുന്നില്ല. പ്രോഫിറ്റ് കുഡ് ബി മാക്സിമൈസ് ഇഫ് എ സെക്കൻഡ് കണ്ടീഷൻ ഈസ് ഓൾസോ സാറ്റിസ്ഫൈഡ്. രണ്ടാമതൊരു കണ്ടീഷനും കൂടെ ഉണ്ട്. ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താലേ പ്രോഫിറ്റ് ഉണ്ട് എന്ന് പറയുള്ളൂ. ആ സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് MCB റൈസിങ് അറ്റ് ദ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ വിത്ത് ദി MR കർവ്. MR കർവിനെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിൽ എന്ത് ചെയ്യണം? അത് ഉയർന്നുകൊണ്ടിരിക്കണം, റൈസ് ചെയ്തുകൊണ്ടിരിക്കണം. ഏത് കർവ്? MC കർവ് റൈസ് ചെയ്തുകൊണ്ടിരിക്കണം. This means that MC curve must cut the MR curve from below. MC curve MR curve താഴെ നിന്ന് കട്ട് ചെയ്യണം. That is the slope of the MC curve must be greater than the slope of the MR curve. MC curveൻ്റെ സ്ലോപ്പ് MR curveൻ്റെ സ്ലോപ്പിനേക്കാളും എന്ത് ചെയ്യണം? കൂടുതലായിരിക്കണം. ഓക്കെ, ഇതിന് ഡയഗ്രത്തിലേക്ക് വരുമ്പോൾ ഇത് MR കർവ്, ഇത് MC കർവ്. ഈ MC കർവ് റൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. MC കർവ് റൈസ് ചെയ്യണം, അതുപോലെ തന്നെ MR കർവിനെ താഴെ നിന്ന് കട്ട് ചെയ്യണം. ഓക്കെ, ഇവിടെ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലേ? അതാണ് പറയുന്നത്. സോ ദ സഫിഷ്യൻറ്റ് കണ്ടീഷൻസ് ആർ ഏതൊക്കെയാണ്? ദ ഫസ്റ്റ് വൺ ഈസ് ദ ഈക്വാലിറ്റി ഓഫ് MR ആൻഡ് MC ആൻഡ് ദ സ്ലോപ്പ് ഓഫ് ദി MC മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ദി സ്ലോപ്പ് ഓഫ് ദി MR കർവ്. ഓക്കെ, അല്ലെങ്കിൽ താഴെ നിന്ന് കട്ട് ചെയ്യണം എന്ന് എഴുതുക കേട്ടോ. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. MCMR അപ്രോച്ചിലെ നെസസറി കണ്ടീഷൻ എന്ന് പറയുന്നത് MR ഈസ് ഈക്വൽ ടു MC ആൻഡ് MC കട്ട് MR ഫ്രം ബിലോ, അല്ലെങ്കിൽ ദി സ്ലോപ്പ് ഓഫ് ദി MC മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ദി സ്ലോപ്പ് ഓഫ് ദി MR കർവ്. മറ്റ് രണ്ട് സിറ്റുവേഷൻസും കൂടെ നമുക്ക് പറയാനുണ്ട് കേട്ടോ. അതാണ് ഈ പറയുന്നത് സൂപ്പർനോമ പ്രോഫിറ്റും അതുപോലെ വേഴ്സസ് ലോസ്. സൂപ്പർനോമ പ്രോഫിറ്റും ലോസും. ഇപ്പോൾ ഒരു ഷോർട്ട് റൺ ഇക്വിലിബ്രിയത്തിലുള്ള ഒരു ഫേം
എക്സസ് പ്രോഫിറ്റ് എപ്പോഴും ഗ്യാരണ്ടി ചെയ്യണമെന്നില്ല. ഷോർട്ട് റണ്ണിലുള്ള ഒരു ഫേം സൂപ്പർനോർമൽ പ്രോഫിറ്റ് ആവാം, അല്ലെങ്കിൽ നഷ്ടമാവാം. ഒരു ഫേം സൂപ്പർനോർമൽ പ്രോഫിറ്റ് ആണോ അതുപോലെ നഷ്ടമാണോ എന്നുള്ളത് ഏതിനെ അടിസ്ഥാനമാക്കിയിരിക്കുന്നു? ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി ലെവൽ ഓഫ് ദി ആവറേജ് ടോട്ടൽ കോസ്റ്റ് അറ്റ് ദ ഷോർട്ട് റൺ ഇക്വിലിബ്രിയം. ഷോർട്ട് റൺ ഇക്വിലിബ്രിയത്തിൽ ആവറേജ് ടോട്ടൽ കോസ്റ്റിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഒരു ഫേം ലോസ് ആണോ അതുപോലെ സൂപ്പർനോർമൽ പ്രോഫിറ്റ് ആണോ ഏൺ ചെയ്യുന്നത് എന്നുള്ളത് നോക്കുന്നത്. ഇഫ് ദ ATC is below the price at equilibrium in the firm makes supernormal profit. ആവറേജ് ടോട്ടൽ കോസ്റ്റ് പ്രൈസിനേക്കാളും കുറവാണെന്നുണ്ടെങ്കിൽ ഒരു ഫേം എന്ത് ചെയ്യുന്നു? സൂപ്പർനോർമൽ പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നു. അതാണ് ഈ ഒരു ഡയഗ്രത്തിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ, ഫിഗറിൽ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഏതാണ്? OQ ആണ്. പ്രൈസ് എന്ന് പറയുന്നത് OP ആണ്. പ്രോഫിറ്റ് പെർ യൂണിറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് AC. പ്രൈസും AC-യും തമ്മിലുള്ള ഡിഫറൻസ് ആണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അത് ഒരു യൂണിറ്റിന് കേട്ടോ, അതായത് ഒരു യൂണിറ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് അത് ഏതിന് ഈക്വലാണ്? AB-ക്ക് ഈക്വലാണ്. സോ ടോട്ടൽ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു AB മൾട്ടിപ്ലൈഡ് ബൈ ദി ലെവൽ ഔട്ട്പുട്ട് OQ. AB-യും അതുപോലെ OQ എന്ന് പറയുന്ന ഔട്ട്പുട്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ടോട്ടൽ പ്രോഫിറ്റ് കിട്ടുന്നത്. അത് PBAD എന്ന് പറയുന്ന റെക്റ്റാങ്കിൾ കൊണ്ടാണ് കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് ആണ് ഏൺ ചെയ്യുന്നതെന്ന് പറയാം. ആവറേജ് ടോട്ടൽ കോസ്റ്റ് പ്രൈസിനേക്കാളും എന്ത് ചെയ്യണം? കുറവാവണം. ഇവിടെ ആവറേജ് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്ന കർവ് ഇതാണ്, പ്രൈസ് എന്ന് പറയുന്നതാണ്. അപ്പോൾ ആവറേജ് ടോട്ടൽ കോസ്റ്റ് പ്രൈസിനേക്കാളും കുറവാകുന്ന ലെവലിൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പ്രോഫിറ്റാണ് ഏൺ ചെയ്യുന്നത്, സൂപ്പർനോർമൽ പ്രോഫിറ്റ് ആയിരിക്കും. നെക്സ്റ്റ് കേസ് ലോസിൻ്റെ കേസാണ്. അപ്പോൾ ഇവിടെ ഈ ഡയഗ്രത്തിലാണ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ആവറേജ് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് പ്രൈസിനേക്കാളും കൂടുതലാണ്. ഓക്കെ, അങ്ങനെ കൂടുതലാവുമ്പോൾ ആ ഫേം ലോസ് ആയിരിക്കും ഇൻകർ ചെയ്യുന്നത്. അപ്പോൾ ഹയർ ലെവൽ ഓഫ് ATC എന്ന് പറഞ്ഞാൽ ഹയർ ഫിക്സഡ് കോസ്റ്റ് ഉണ്ട് എന്നുള്ളതാണ് അർത്ഥം. ATC പ്രൈസിനേക്കാളും കൂടുമ്പോൾ ഒരു യൂണിറ്റ് സാധനങ്ങൾ വിൽക്കുന്നതിന് എന്തുണ്ടായിരിക്കും? ലോസ് ഉണ്ടായിരിക്കും. അതാണ് ഒരു യൂണിറ്റിൻ്റെ കാര്യമാണ് ഇവിടെ CB എന്ന് പറയുന്നത്. അപ്പോൾ മൊത്തം ലോസ് എന്ന് പറയുന്നത് PECB എന്ന് പറയുന്ന ഈ ഒരു റെക്റ്റാങ്കിൾ ഉപയോഗിച്ചിട്ടാണ് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഓർത്ത് വെക്കേണ്ടത് ആവറേജ് ടോട്ടൽ കോസ്റ്റ് പ്രൈസിനേക്കാളും കുറവാകുമ്പോൾ ലാഭവും, ആവറേജ് ടോട്ടൽ കോസ്റ്റ് പ്രൈസിനേക്കാളും കൂടുതലാവുമ്പോൾ അവിടെ നഷ്ടമായിരിക്കും ഉണ്ടാകുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഓർത്ത് വെക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് ഷട്ട് ഡൗൺ പോയിൻ്റ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഷട്ട് ഡൗൺ പോയിൻ്റ് അല്ലെങ്കിൽ ക്ലോസിംഗ് ഡൗൺ പോയിൻ്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഒരു ഫേം ഒപ്റ്റിമൽ ലെവൽ ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പ്രൈസ് അല്ലെങ്കിൽ MR MC-ക്ക് ഈക്വൽ ആകുമ്പോഴും MC റൈസ് ചെയ്യുമ്പോഴാണ്. പ്രൈസ് ആവറേജ് ടോട്ടൽ കോസ്റ്റിനേക്കാളും കുറവാകുമ്പോൾ ഫേമിന് എന്ത് ചെയ്യുന്നു? ലോസ് ഉണ്ടാവും. അതാണ് ഈ ഡയഗ്രത്തിൽ കാണിച്ചിട്ടുള്ളത്. ഇവിടെ X ആക്സിൽ ഔട്ട്പുട്ടും Y ആക്സിൽ പ്രൈസും കോസ്റ്റും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആവറേജ് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് പ്രൈസിനേക്കാളും കൂടുതലായതുകൊണ്ട് തന്നെ ലോസാണ് ഉണ്ടാകുന്നത്. വീണ്ടും പ്രൈസ് കുറഞ്ഞ് P1ലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ P1 ഷോർട്ട് റൺ ആവറേജ് വേരിയബിൾ കോസ്റ്റിൻ്റെ ഏറ്റവും താഴ്ന്ന ബിന്ദു അല്ലെ ഏറ്റവും താഴ്ന്ന പോയിന്റിന് ഈക്വൽ ആവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ OQ1 എന്ന് പറയുന്ന ഔട്ട്പുട്ട് ലെവലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഫേമിന് ആവറേജ് വേരിയബിൾ കോസ്റ്റ് മാത്രമേ കവർ ചെയ്യാൻ കഴിയുള്ളൂ. അതിന് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഉണ്ടാവും, അതുപോലെ ആവറേജ് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഉണ്ടാവും, ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ഉണ്ടാവും. പക്ഷേ ഇവിടെ വേരിയബിൾ കോസ്റ്റ് മാത്രമേ ഒരു ഫേമിന് എന്ത് ചെയ്യാൻ കഴിയുന്നുള്ളൂ? അതിന് കവർ ചെയ്യാൻ കഴിയുന്നുള്ളൂ. പക്ഷെ ഫിക്സഡ് കോസ്റ്റും കൂടി കവർ ചെയ്യാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ ഫേമിന് ലോസ് തന്നെ ആയിരിക്കും അല്ലേ. ആ ഒരു പോയിന്റിൽ എന്ത് ചെയ്യണം? ഫേം ഇതിൻ്റെ ഉൽപ്പാദനം എന്ത് ചെയ്യേണ്ടി വരും? നിർത്തേണ്ടി വരും. ഓക്കെ, പ്രൈസ് ആവറേജ് വേരിയബിൾ കോസ്റ്റിനേക്കാളും ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദ ഫേം ഷുഡ് ഷട്ട് ഡൗൺ ഇറ്റ്സ് ഓപ്പറേഷൻ സോ ദാറ്റ് ഇറ്റ് ക്യാൻ അവോയ്ഡ് പേയിങ് ദ വേരിയബിൾ കോസ്റ്റ്. അങ്ങനെ ആകുമ്പോഴേ വേരിയബിൾ കോസ്റ്റ് അടക്കേണ്ട ആവശ്യം വരാതെക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ആ ഒരു പോയിന്റിൽ ദസ് ദ പോയിന്റ് അറ്റ് വിച്ച് പ്രൈസ് ഈക്വൽസ് ആവറേജ് വേരിയബിൾ കോസ്റ്റ് ആൻഡ് ലോസസ് ഈക്വൽ ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് ഈസ് കോൾഡ് ദി ഷട്ട് ഡൗൺ പോയിന്റ്. ഒരു പോയിന്റിൽ പ്രൈസ് ആവറേജ് വേരിയബിൾ കോസ്റ്റിനും അതുപോലെ ലോസ് ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റിനും ഈക്വൽ ആകുമ്പോഴാണ് ഷട്ട് ഡൗൺ പോയിന്റ് ഉണ്ടാകുന്നത്. ദ പ്രൈസ് കറസ്പോണ്ടിങ് ടു ദ ഷട്ട് ഡൗൺ പോയിന്റ് P is equal to SAVC is called the shut down price. ഓക്കെ, P is equal to SAVC ആവുന്ന പ്രൈസാണ് ഷട്ട് ഡൗൺ പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഓർത്ത് വെക്കാനുള്ളത് കേട്ടോ. MCMR അപ്രോച്ചിൽ രണ്ട് കണ്ടീഷൻസും സൂപ്പർനോർമൽ പ്രോഫിറ്റ്, ലോസ്, അതുപോലെ ഷട്ട് ഡൗൺ പോയിന്റ്. ഓക്കെ, ദാറ്റ്സ് ഓൾ.